നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എങ്ങനെ ഹെഡ്സെറ്റ് തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിപണിയിൽ പല ടൈപ്പുകൾ ഹെഡ്സെറ്റുകൾ കിട്ടുന്നുണ്ട്, പല റേഞ്ചിൽ, പല ക്വാളിറ്റിയിൽ, എല്ലാം ഇഷ്ടംപോലെ ഹെഡ്സെറ്റുകൾ കിട്ടുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നൊരു ബെറ്റർ ഹെഡ്സെറ്റ് നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാവുന്നതാണ് നമുക്ക് ഇന്ന്. അത് വയേർഡ് ഹെഡ്സെറ്റ് തന്നെ. അപ്പം ഫസ്റ്റ് നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു എമൗണ്ടിൻ്റെ റേഞ്ച് നമുക്ക് ചൂസ് ചെയ്യാം. ഒരു 100 രൂപയ്ക്കും 200 രൂപയ്ക്കും ഇടയ്ക്ക്, എന്ന് വെച്ചാൽ തീരെ ലോ ബഡ്ജറ്റ് ടൈപ്പ് ഒരു ഹെഡ്സെറ്റാണ് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യാമെന്നുള്ളത് നോക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ 2 ടൈപ്പിൽ ഈ 200 രൂപയ്ക്കും 100 രൂപയ്ക്കും ഇടയിലായിട്ടുള്ള ഹെഡ്സെറ്റുകൾ വരുന്നുണ്ട്. ഒന്നാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ബാഗ് ടൈപ്പിൽ. പ്ലാസ്റ്റിക് ബാഗ് ടൈപ്പിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലോ ബഡ്ജറ്റ് ഹെഡ്സെറ്റുകളായിരിക്കും. ഒരു 150 രൂപയ്ക്ക് താഴെ നിൽക്കുന്ന ഹെഡ്സെറ്റുകളായിരിക്കും എല്ലാം പ്ലാസ്റ്റിക് ബാഗ് ടൈപ്പിൽ വരുന്നത്. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർട്ടൂൺ ബോക്സ് ടൈപ്പ് വരുമ്പോഴത്തേക്ക് ഒരു 130 രൂപ മുതൽ മേപ്പോട്ടായിരിക്കും ഹെഡ്സെറ്റുകളുടെ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ 2 ടൈപ്പിലുണ്ട്. അപ്പം അതിൽ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ ഇന്ന് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ ഏത് ഹെഡ്സെറ്റ് എടുത്താലും നമ്മൾ സൗണ്ട് ക്വാളിറ്റി എപ്പോഴും മസ്റ്റായിട്ട് ചെക്ക് ചെയ്യണം. സൗണ്ട് ക്വാളിറ്റി നല്ല രീതിയിൽ സൗണ്ട് ക്വാളിറ്റിയും ബാസും നമുക്ക് കിട്ടുന്ന ഹെഡ്സെറ്റുകൾ തന്നെ തിരഞ്ഞെടുക്കുക. അതാവുമ്പം ഏറ്റവും കൂടുതലും നല്ല രീതിയിൽ നിലനിൽക്കും. പിന്നെ രണ്ടാമത്തെ ഇതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആംഗിൾ ഹെഡ്സെറ്റുകൾ എന്ന് വെച്ചാൽ നമ്മുടെ ചെവിയുടെ ആംഗിളിലുള്ള ഹെഡ്സെറ്റുകൾ, പിന്നെ ഓരോ ടൈപ്പ് ആംഗിൾ ചെവിയിലോട്ട് അകത്തോട്ട് കയറിയിരിക്കുന്ന ഹെഡ്സെറ്റുകൾ, അങ്ങനെയൊക്കെയുള്ള ആംഗിൾ ടൈപ്പ് ഹെഡ്സെറ്റുകൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ ലൈഫ് തരും ഹെഡ്സെറ്റുകൾക്ക്. അപ്പം അത്യാവശ്യമുള്ള ഞാൻ ഇന്ന് വരെ യൂസ് ചെയ്തിട്ടുള്ള ഹെഡ്സെറ്റുകളിൽ വെച്ചിട്ട് ആംഗിൾ ടൈപ്പ് ഹെഡ്സെറ്റുകൾ നല്ല രീതിയിൽ നിൽക്കും. മറ്റ് സാധാ ഹെഡ്സെറ്റിനെ പോലെയല്ല, നല്ല രീതിയിൽ നിൽക്കും. എന്നാൽ ആംഗിൾ ടൈപ്പിന് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. എന്നാലും ഒരു 200 രൂപ റേഞ്ച് അടുത്ത് നമുക്ക് ഹെഡ്സെറ്റുകൾ കിട്ടും. പക്ഷേ അത് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും. നല്ല രീതിയിൽ ആംഗിൾ ഹെഡ്സെറ്റുകൾ നിൽക്കുന്നതായിരിക്കും. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കുമ്പം ഈ പ്ലാസ്റ്റിക് ബാഗുകളിലെ ഹെഡ്സെറ്റുകൾ തിരഞ്ഞെടുക്കുന്നത് വിട്ടിട്ട് കാർട്ടൂൺ ബോക്സുകളിലെ ഹെഡ്സെറ്റുകൾ തിരഞ്ഞെടുക്കുക. ഒരു ഉദാഹരണമായിട്ട് ഞാൻ ഒരു പ്രൊഡക്റ്റ് കാണിക്കാം. ഇത് നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തൊരു പ്രൊഡക്റ്റാണ്. ഇത് KDMൻ്റെ ഒരു ഹെഡ്സെറ്റാണ്. കാർട്ടൂൺ ബോക്സിൽ തന്നെയാണ് വരുന്നത്. ഇതിനൊരു 149 രൂപയാണ് MRP വരുന്നത്. അപ്പം ഇത് നമുക്ക് കാർട്ടൂൺ ബോക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഹെഡ്സെറ്റ് ടൈപ്പാണ്. അപ്പം ഇത് തന്നെ എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ ഇതുപോലുള്ള കാർട്ടൂൺ ബോക്സുകളിലെ ഹെഡ്സെറ്റുകൾ എടുക്കുക. അപ്പം അതും ആംഗിൾ ടൈപ്പ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ നിൽക്കും. അതാകുമ്പം കുറച്ചുകൂടെ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അകത്ത് തന്നെ ഇപ്പോൾ ഇത് തന്നെ നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാർട്ടൂൺ ബോക്സിലെ ഏറ്റവും കുറഞ്ഞ ഹെഡ്സെറ്റാണ്. എന്നിട്ട് പോലും ഇതിൻ്റെ പാക്കിങ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കണ്ടോ, അകത്ത് വേറൊരു പ്ലാസ്റ്റിക് ബാഗ് പോലെ അതിനകത്ത് സീൽഡായിട്ട് നല്ല അടിപൊളിയായിട്ട് പാക്കൊക്കെ ചെയ്ത് വൃത്തിക്കാണ് ഹെഡ്സെറ്റുകൾ വരുന്നത്. അപ്പം അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള പാക്കിംഗ് ആയിരിക്കും. അപ്പം ഇത്രയും ഹെഡ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അങ്ങ് ഒരു ഗുണം കൂടെ കിട്ടും. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് കുറച്ചുകൂടെ ലൈഫ് കൂടുതൽ കിട്ടും ഹെഡ്സെറ്റിന്. ഇപ്പം സാധാരണ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു ഇഷ്യൂ ആണ്, കുറച്ചാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ഹെഡ്സെറ്റിൻ്റെ ഒരു സൈഡ് മാത്രമായിട്ട് കേൾക്കാതാവും. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം ഇത്രയും ഹെഡ്സെറ്റുകൾക്ക് വരത്തില്ല. ആംഗിൾ ടൈപ്പ് ഹെഡ്സെറ്റ് തന്നെ എടുക്കുക. അതിന് അത്യാവശ്യം ഒരു 6 മാസമെങ്കിലും നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞ് തന്നെ കൊടുക്കാൻ പറ്റും ആംഗിൾ ടൈപ്പ് ഹെഡ്സെറ്റിന്. അപ്പം ഒരു 200 രൂപ അല്ലെ 150 രൂപ ടു 200 രൂപ റേഞ്ചിൽ നോക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ആംഗിൾ ടൈപ്പ് ഹെഡ്സെറ്റ് എടുക്കുക. അപ്പം അതിൽ 2-3 ബ്രാൻഡുകൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MIയുടെയും അതുപോലെ ബോട്ടിൻ്റെയും ഹെഡ്സെറ്റുകൾ ആംഗിൾ ടൈപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിൽക്കും. പിന്നെ ചില ലോക്കൽ ബ്രാൻഡുകളും വരുന്നുണ്ട് അതിനകത്ത്. അതും ആംഗിൾ ടൈപ്പ് ഹെഡ്സെറ്റുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിലനിൽക്കുന്നതാണ്. പിന്നെ സാംസങ്ങിൻ്റെ ആംഗിൾ ടൈപ്പ് ഹെഡ്സെറ്റുകൾ നല്ല രീതിയിൽ നല്ല ലാസ്റ്റിംഗ് കിട്ടുന്ന ഹെഡ്സെറ്റുകളാണ്. അത് പക്ഷേ 200 രൂപ ബഡ്ജറ്റിൽ നിൽക്കത്തില്ല. ഒരു 300-350 രൂപയ്ക്ക് അകത്ത് നിൽക്കുന്ന ഹെഡ്സെറ്റുകളാണ്. പക്ഷേ അതിന് നല്ല ലൈഫ് കിട്ടും. എന്ന് പറഞ്ഞാൽ നല്ല ലൈഫ് കിട്ടും. അപ്പം നിങ്ങൾക്ക് എങ്ങനെയായാലും ഒരു ഹെഡ്സെറ്റ് ചൂസ് ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആംഗിൾ ടൈപ്പ് ഹെഡ്സെറ്റ് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല ബാസ് ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും ഉള്ള ഹെഡ്സെറ്റ് ചൂസ് ചെയ്യുക. പിന്നെ കോൾ വിളിക്കാനൊന്നും ഡിസ്റ്റർബൻസും കാര്യങ്ങളും ഒന്നും ആവാത്ത ടൈപ്പ് ഹെഡ്സെറ്റുകൾ ചെക്ക് ചെയ്ത് തന്നെ നിങ്ങൾ വാങ്ങിക്കുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു.